നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അനുമോളാണ്. ബിഗ് ബോസ് സീസൺ 7 ഒരു ലേഡി വിന്നറാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് നിങ്ങളുടെ സ്വന്തം തനുമോ. ഇത് എനിക്ക് കിട്ടിയ സമ്മാനം. ഈ ബക്കറ്റ് നിറച്ചെന്റെ കണ്ണീരാ. ഞാൻ കരഞ്ഞു മേടിച്ച സമ്മാനം ഇത് ജോസ് ബോസിന്. അത് എല്ലാവരും മേലെയും ഒരാളുണ്ടെന്ന് പറയും. എന്റെ പിന്നിലെ ആള്, ആ ആളെ ഇയാള് ആരാന്നറിയോ? എന്റെ PR മാമൻ. അനുമോള് ഇപ്പൊ ഇവിടെ നിൽക്കണത് കാരണം ഞാൻ തന്നെയാണ്. പിന്നെ 100 ദിവസത്തിന്റെ കാര്യമില്ലായിരുന്നു. 100 ദിവസത്തിന്റെ ആവശ്യമില്ലായിരുന്നില്ല. ഫസ്റ്റ് ദിവസം തന്നെ അവൾക്ക് അപ്പോൾ കൊടുത്താൽ മതിയായിരുന്നു. അതിനുള്ള വർക്ക് ഉണ്ട്. കാശ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഈ ഷോയിൽ. ഇപ്പൊ കരഞ്ഞ കണ്ണീരാണ്. ഇത് കണ്ടോ ഈ കണ്ണീര് ഞങ്ങൾ ലേലം വെക്കേണ്ട 1.5 ലക്ഷം രൂപയാണ്. ഇത് ഫുൾ ആയിക്കാൻ 5 ലക്ഷം. പിന്നെ കളിച്ചിട്ടൊന്നും ഇന്നത്തെ കിട്ടുന്നില്ല. കാശെറിഞ്ഞെല്ലാം കിട്ടും. പിന്നെ ജനങ്ങളെ പൊട്ടരാക്കാനും PR പറ്റും. ഒരു കഴിവില്ലെങ്കിൽ അങ്ങനെ എഴുതി കണ്ട. അത് കഴിവില്ലാത്തവർക്ക് കിട്ടുന്നത് 2 ഉദാഹരണമായ ഒരാളാണ്. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ.